അപ്പൊ ഈ കേസ് പ്രഗ്നൻസിയുടെ കേസ് അറിഞ്ഞപ്പോൾ താങ്കൾ അതിൽ തെറ്റുകാരനല്ലെന്ന് താങ്കൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അന്ന് ഒരു ധാരണ ഇല്ലായിരുന്നു അതിനെ കുറിച്ചിട്ട്. കാരണം എനിക്ക് എന്തായാലും ഇങ്ങനെ ഫിസിക്കൽ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ താങ്കൾ പേടിച്ചു? പേടിച്ചു. സ്വാഭാവികമായിട്ട് പറയാൻ സത്യമെന്ന് വിചാരിച്ചു. കാരണം അവളായിട്ട് ഉണ്ടായതല്ല, അപ്പൊ എന്തായാലും വിശ്വസിച്ചു പോകത്തില്ലേ. പിന്നെ എനിക്ക് ഇത്ര ഒരു ഗ്യാപ്പിന്റെ എണ്ണവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അവള് പറഞ്ഞു വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിക്കാഹിലേക്ക് എത്തുന്നത്. നിക്കായിലോട്ട് എത്തുന്ന പിറ്റേ ദിവസം അടക്കം ഞാൻ താല്പര്യമില്ല, ഇതെങ്ങനെയൊന്നും ഒഴിവാക്കി താട്ടെ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഇതില് നാണം കെടാൻ ഇതില്ല, എനിക്ക് വേറെ ലൈഫ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു നീ നിന്റെ എക്സിനെ പൊളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നീ വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇതിപ്പോ എന്റെ ലൈഫ് വെച്ചിട്ടാണ്, എന്റെ ലൈഫാണ് ഇതിൽ പോകുന്നത്, അപ്പൊ നീ എന്നെ പ്രഗ്നന്റ്, അങ്ങനത്തെ ഒരു ടോക്ക്. അപ്പൊ ഞാൻ ഓളോട് സംസാരിക്കണമെന്ന് പോയില്ല. അപ്പൊ ഞാൻ കുറച്ച് കണ്ടീഷൻസ് വെച്ച്, ഇനി യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ തട്ടിടണം, പിന്നെ അതേമാതിരി കാരണം എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അപ്പൊ ആ രൂപത്തിലാണ് ട്രഡീഷണൽ ഫാമിലിയാണ്. അതെ. പിന്നെ അതേമാതിരി തന്നെ ഈ കടി ആ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നല്ല രൂപത്തിലാണ് നല്ലൊരു കുടുംബിനിയായിട്ട് ഒരു വൈഫായിട്ട് മലപ്പുറത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ എനിക്ക് ഓക്കെ അല്ല. പിന്നെ അതുമല്ല എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു.